പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ SCERT ചാപ്റ്ററുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിസ്റ്ററി ഭാഗത്ത് ഫ്യൂഡലിസവും മധ്യകാല ലോകവും എന്ന 8ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. ആരംഭിച്ചാലോ? യെസ്. എന്താണ് ഫ്യൂഡലിസം? പാശ്ചാത്യ റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയെ തുടർന്ന് മധ്യകാല യൂറോപ്പിൽ നിലവിൽ വന്ന സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ വ്യവസ്ഥയാണ് ഫ്യൂഡലിസം എന്നറിയപ്പെടുക. പാശ്ചാത്യ റോമൻ സാമ്രാജ്യം എന്ന് പറയുമ്പോൾ യൂറോപ്പിലെ ഇറ്റലി എന്ന രാജ്യത്ത് റോം തലസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ച. റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം യൂറോപ്പിലെ രാജ്യങ്ങൾ ഓരോന്നും സ്വതന്ത്രമായിട്ടാണ് നിലനിന്നത്. അക്കാലഘട്ടത്തിൽ രൂപം കൊണ്ട സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ വ്യവസ്ഥയാണ് ഫ്യൂഡലിസം എന്നറിയപ്പെടുക. ഒരു തുണ്ട് ഭൂമി എന്നർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന പദം രൂപം കൊണ്ടത്. ഫ്രാൻസിൽ ആവിർഭവിച്ച ഫ്യൂഡലിസം പിൽക്കാലത്ത് ഇംഗ്ലണ്ട്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം യൂറോപ്പിലെ പ്രബല ശക്തിയായി മാറിയത് ഫ്രാൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രാൻസില് എന്ത് മാറ്റമുണ്ടെങ്കിലും മറ്റ് രാജ്യങ്ങളിലും ഈ മാറ്റം ദൃശ്യവുമായിരുന്നു. നമുക്ക് ലോകചരിത്രം പഠിക്കുമ്പോൾ മിക്കവാറും നമ്മൾ കേൾക്കുന്ന ഒരു പോയിന്റാണ്, ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം എന്നാണ് പറയുക. ഫ്യൂഡലിസം തുടക്കം കുറിക്കപ്പെടുന്നത് ഫ്രാൻസിലാണ്. ഫ്രാൻസിൽ തുടക്കം കുറിക്കപ്പെട്ടപ്പോൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഈ ഫ്യൂഡലിസം വ്യാപിച്ചു. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു ഫാക്റ്റാണ്, ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്ന് ഫ്രാൻസിൽ ഫ്യൂഡലിസം അവസാനിച്ചു. തുടർന്ന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഫ്യൂഡലിസം അവസാനിച്ചു. ഫ്യൂഡലിസത്തില് പ്രധാനപ്പെട്ട 3 ക്രമമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ഫ്യൂഡൽ വ്യവസ്ഥിതിയിലെ 3 ക്രമങ്ങൾ, അതായത് 3 ഘടകങ്ങൾ: പുരോഹിതർ, പ്രഭുക്കന്മാർ, കർഷകർ. ഫ്യൂഡൽ വ്യവസ്ഥയിലെ 3 ക്രമങ്ങളാണ് പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ. ഇതിനെയാണ് പിരമിഡ് സഭ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. ഏറ്റവും മുകളില് പുരോഹിതന്മാർക്കാണ് സ്ഥാനം. ആ പുരോഹിതന്മാർ എന്താണോ പറയുന്നത് അത് പ്രകാരമാണ് പ്രഭുക്കന്മാര് ഭരണം നടത്തുക. പ്രഭുക്കന്മാരെന്ന് പറയുമ്പോൾ രാജാവിന് വേണ്ടി നികുതി പിരിക്കുകയും രാജാവിന് വേണ്ടി സൈന്യത്തെ തയ്യാറാക്കുകയും ചെയ്തിരിക്കുന്ന വിഭാഗമാണ് പ്രഭുക്കന്മാർ. പുരോഹിതന്മാരും പ്രഭുക്കന്മാരും നികുതി പിരിക്കുന്നത് കർഷകരിൽ നിന്നായിരുന്നു. അതായത് പ്രഭുക്കന്മാരും പുരോഹിതന്മാരും നികുതി പിരിക്കുന്നവരാണെങ്കിൽ രാജാവിനും പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കും നികുതി നൽകേണ്ട ചുമതല കർഷകർക്കാണ്. കർഷകർക്ക് എന്തൊക്കെ പ്രതിസന്ധി വന്നാലും നികുതി നൽകിയേ മതിയാവും. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചൂഷണം ഉണ്ടായിരുന്നത് കർഷകരുടെ ഇടയിലാണ്. കർഷകരെയാണ് ഏറ്റവും കൂടുതൽ സമൂഹം ചൂഷണം ചെയ്തിരുന്നത്. നമുക്ക് നോക്കാം. ഫ്യൂഡലിസത്തിൽ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥാവകാശം രാജാവിനായിരുന്നു. രാജാവ് തന്റെ കൈവശമുള്ള ഭൂമി പ്രഭുക്കന്മാർക്ക് വീതിച്ചു നൽകും. എന്തിനു വേണ്ടി വീതിച്ചു നൽകുന്നേ? രാജാവിന് വേണ്ടി ആ ഭൂപ്രദേശത്തെ നികുതി പിരിക്കാനാണ്. നികുതി പിരിച്ചെടുത്ത് ഒരു വിഭാഗം ആർക്ക് നൽകണം? രാജാവിന് നൽകണം. ഒരു ഭാഗം പ്രഭുവിന് തന്റെ ശമ്പളമായിട്ട് എടുക്കാം. മറ്റൊരു ഭാഗം പ്രഭുക്കന്മാരുടെ കീഴില് സൈന്യത്തെ ചേർത്ത് എപ്പോഴാണോ രാജാവിന് ആവശ്യമായി വരിക അപ്പോൾ രാജാവിനെ തിരികെ സൈന്യപരമായി സഹായിക്കുന്നവരും. അപ്പോൾ ഫ്യൂഡലിസത്തിൽ മുഴുവൻ ഭൂമിയുടെ ഉടമസ്ഥാവകാശമാർക്ക രാജാവിനാണ്. രാജാവ് തന്റെ കൈവശമുള്ള ഭൂമി പ്രഭുക്കന്മാർക്ക് നൽകിയിരുന്നു. ഇതിന് പകരമായി പ്രഭുക്കന്മാർ രാജാവിനോട് കൂറുള്ളവരായിരിക്കണമെന്നും അവശ്യ സന്ദർഭത്തിൽ സൈന്യത്തെ നൽകി സഹായിക്കുമെന്നും പ്രതിജ്ഞ ചെയ്തിരുന്നു. പ്രഭുവിന് സൈന്യത്തെ രൂപീകരിക്കുവാനും നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കാനും സ്വന്തമായി നാണയം അച്ചടിക്കുവാനും അധികാരമുണ്ടായിരുന്നു. ഓക്കെ, പ്രഭുവിന് സൈന്യത്തെ രൂപീകരിക്കാം, നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കാം, സ്വന്തമായി നാണയം അച്ചടിക്കുവാനും ആർക്ക് അധികാരമുണ്ട്?
പ്രഭുക്കന്മാർക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രഭുക്കന്മാര് നാട്ടുരാജാക്കന്മാരെ പോലെയാണ് ഭരണം നടത്തിയിരുന്നത്. ഓക്കെ. ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ ഒന്നും രണ്ടും വിഭാഗങ്ങളെ നിലനിർത്തിയിരുന്ന മൂന്നാമത്തെ വിഭാഗമായ കർഷകരെ നമുക്ക് വീണ്ടും രണ്ടായി തരംതിരിക്കാം. ഒന്ന് സ്വതന്ത്ര കർഷകരും, രണ്ട് അടിയാന്മാരും. സ്വതന്ത്ര കർഷകർ എന്ന് പറയുമ്പോൾ സ്വന്തമായി ഭൂമിയുള്ള കർഷകർ. അടിയാന്മാരെന്ന് പറഞ്ഞാൽ സ്വന്തമായി ഭൂമിയുള്ള കർഷകർ. അതായത് സ്വന്തമായി ഭൂമി എന്ന് പറയുമ്പോൾ ഉടമസ്ഥാവകാശം മാത്രം. യഥാർത്ഥത്തിൽ രാജാവിൻ്റെതാണ് ഭൂമി എന്നറിയാലോ. കർഷക ഭൂമി ഉടമസ്ഥാവകാശമുള്ള കർഷകര് സ്വതന്ത്ര കർഷകർ. അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന കർഷക തൊഴിലാളികളെ അടിയാന്മാർ എന്നുമാണ് കണക്കാക്കുക. ഈ സ്വതന്ത്ര കർഷകരുടെയും അടിയാന്മാരുടെയും അവസ്ഥ, ജീവിതാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവർക്ക് സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നില്ല. പ്രഭുക്കന്മാരുടെ കൃഷിയിടങ്ങളിലും വീടുകളിലും പണിയെടുക്കേണ്ടി വന്നു. എന്നാൽ അർഹമായ വേതനം ലഭിച്ചിരുന്നില്ല. പ്രഭുവിന്റെ അനുവാദമില്ലാതെ ഭൂമി വിട്ടുപോകാൻ കഴിയുമായിരുന്നില്ല. പ്രഭു അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഭൂമിയിൽ കൃഷി ചെയ്യാൻ പറഞ്ഞാൽ കൃഷി ചെയ്തേ പറ്റുള്ളൂ. അവിടെ വേറെ മറ്റൊരഭിപ്രായത്തിന് കഴിയുമായിരുന്നില്ല. ഓക്കെ. അപ്പോൾ ഇവർക്ക് സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നില്ല. പ്രഭുക്കന്മാരുടെ കൃഷിയിടങ്ങളും വീടുകളും പണിയെടുക്കേണ്ടി വന്നു. വേതനം ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. പ്രഭുവിന്റെ അനുവാദമില്ലാതെ ഭൂമി വിട്ടുപോകാൻ കഴിയുമായിരുന്നില്ല. 14-ാം നൂറ്റാണ്ടോടെ ഫ്യൂഡലിസം തകരാൻ തുടങ്ങി. ഇതിനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒന്ന്, കാലാവസ്ഥാ വ്യതിയാനം. ലോക നാണയങ്ങളുടെ ദൗർലഭ്യം. രാജാധികാരം ശക്തിപ്പെട്ടു. അപ്പൊ പ്രഭുക്കന്മാരുടെ അധികാരം അവിടെ കുറഞ്ഞു എന്നർത്ഥം. പ്ലേഗ് അഥവാ കറുത്തുമരണമെന്ന മഹാമാരിയുടെ വ്യാപനം. ജനങ്ങൾ കൃഷിയിലേക്കോ മറ്റ് പൊതു സാമൂഹിക ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ പഠിച്ചു. അതും ഫ്യൂഡലിസം അവസാനിക്കാൻ കാരണമായി. വെടിമരുന്നിന്റെ കണ്ടുപിടുത്തം, കുരിശ് യുദ്ധങ്ങൾ. ഈ കുരിശ് യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്ലാം മതവിശ്വാസികളുടെയും ക്രിസ്തുമത വിശ്വാസികളുടെയും യഹൂദ മതവിശ്വാസികളുടെയും പുണ്യഭൂമിയാണ് ജെറുസലേം എന്ന് പറയുക. ആ ജെറുസലേമിന് വേണ്ടി ഇസ്ലാം മതവിശ്വാസികളും ക്രിസ്തുമത വിശ്വാസികളും തമ്മിലുള്ള പോരാട്ടത്തെയാണ് നമ്മൾ കുരിശ് യുദ്ധങ്ങൾ എന്ന് വിശേഷിപ്പിക്കുക. കുരിശ് യുദ്ധത്തിൽ അവസാന വിജയം നേടിയത് ക്രിസ്തുമത വിശ്വാസികളാണ്. ആ കുരിശ് യുദ്ധങ്ങളും എന്തിനു കാരണമായി? ഫ്യൂഡലിസം തകരാൻ കാരണമായി. അപ്പോൾ 14-ാം നൂറ്റാണ്ടോടുകൂടി ഫ്യൂഡലിസം തകരാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ അതൊക്കെ: കാലാവസ്ഥ വ്യതിയാനം, ലോക നാണയങ്ങളുടെ ദൗർലഭ്യം, രാജാധികാരം ശക്തിപ്പെട്ടത്, പ്ലേഗ് അഥവാ കറുത്തുമരണം എന്ന മഹാമാരിയുടെ വ്യാപനം, വെടിമരുന്നിന്റെ കണ്ടുപിടുത്തവും കുരിശ് യുദ്ധങ്ങളും. ഓർമ്മിച്ചു വെക്കണേ, PSC ചോദ്യം ചോദിച്ചിട്ടുണ്ട്, മറന്നു പോകരുത്. ഓക്കെ. അപ്പോ എന്താണ് ഫ്യൂഡലിസം? എന്താണ് ഫ്യൂഡലിസം? പാശ്ചാത്യ റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയെ തുടർന്ന് മധ്യകാല യൂറോപ്പിൽ നിലവിൽ വന്ന സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ വ്യവസ്ഥയാണ് ഫ്യൂഡലിസം. ഒരു തുണ്ട് ഭൂമി എന്നർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന പദം രൂപം കൊണ്ടത്. ഫ്രാൻസിൽ തുടക്കം കുറിച്ച ഫ്യൂഡലിസം പിൽക്കാലത്ത് ഇംഗ്ലണ്ട്, ഇറ്റലി തുടങ്ങി മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ 3 ക്രമമുണ്ട്. ഏറ്റവും മുകളിൽ പുരോഹിതർ, രണ്ടാമതായി പ്രഭുക്കന്മാർ, മൂന്നാമതായി കർഷകർ. ഫ്യൂഡലിസത്തിന്റെ മുഴുവൻ ഭൂമിയുടെ ഉടമസ്ഥാവകാശം രാജാവിനായിരുന്നു. രാജാവ് തന്റെ കൈവശമുള്ള ഭൂമി പ്രഭുക്കന്മാർക്ക് നൽകിയിരുന്നു. ഇതിനു പകരമായി പ്രഭുക്കന്മാർ രാജാവിനോട് കൂറുള്ളവരായിരിക്കണം. അവശ്യ സന്ദർഭത്തിൽ സൈന്യത്തെ നൽകി സഹായിക്കണമെന്നും പ്രതിജ്ഞ ചെയ്തിരുന്നു. പ്രഭുവിന് സൈന്യത്തെ രൂപീകരിക്കുവാനും നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കാനും സ്വന്തമായി നാണയം അച്ചടിക്കാനും അധികാരമുണ്ടായിരുന്നു. ഫ്യൂഡൽ വ്യവസ്ഥയിൽ 1-2 വിഭാഗങ്ങളെ നിലനിർത്തിയിരുന്ന മൂന്നാമത്തെ വിഭാഗമായ കർഷകരില 2 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു: സ്വതന്ത്ര കർഷകരും അടിയാന്മാരും. അതായത് കൃഷിഭൂമി ചെയ്യുന്നവരും അവരെ സഹായിക്കുന്ന തൊഴിലാളി കർഷകർ. സ്വതന്ത്ര കർഷകരുടെയും അടിയാന്മാരുടെ അവസ്ഥ എന്താണ്? ഇവർക്ക് സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നില്ല. പ്രഭുക്കന്മാരോ രാജാവോ പതിച്ചു നൽകുന്ന ഭൂമിയിലാണ് സേവനം ചെയ്യുക. കാരണം ഭൂമി എപ്പോഴും രാജാവിൻ്റെതാണല്ലോ. പ്രഭുക്കന്മാരുടെ കൃഷിയിടങ്ങളിലും വീടുകളിലും പണിയെടുക്കേണ്ടി വന്നു. വേതനം ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല, അല്ലെങ്കിൽ വളരെയധികം ചൂഷണം ചെയ്യപ്പെട്ടിരുന്നു. പ്രഭുവിന്റെ അനുവാദമില്ലാതെ ഭൂമി വിട്ടുപോകാൻ കഴിയുമായിരുന്നില്ല. 14-ാം നൂറ്റാണ്ടോടുകൂടി ഫ്യൂഡലിസം തകരാൻ തുടങ്ങി. ഇതിനിടയാക്കിയ പ്രധാന സാഹചര്യങ്ങൾ എന്തൊക്കെ? കാലാവസ്ഥ വ്യതിയാനം, ലോക നാണയങ്ങളുടെ ദൗർലഭ്യം, രാജാധികാരം ശക്തിപ്പെട്ടത്,
പ്ലേഗ് അഥവാ കറുത്തു മരണമെന്ന മഹാമാരിയുടെ വ്യാപനം. പ്ലേഗിന് ആ സമയത്ത് മരുന്നൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്ലേഗ് ബാധിച്ചു കഴിഞ്ഞാൽ ആ സമൂഹം തന്നെ, ആ ഗ്രാമം തന്നെ അല്ലെങ്കിൽ ആ നഗരം തന്നെ നശിച്ചു പോകുമായിരുന്നു. അതുകൊണ്ട് പലരും അതിനെ പേടിച്ച് പൊതുസമൂഹത്തിൽ പ്രത്യക്ഷപ്പെടില്ല എന്നത് യാഥാർത്ഥ്യം. വെടിമരുന്നിന്റെ കണ്ടുപിടുത്തം, കുരിശുയുദ്ധങ്ങൾ എന്നിവ ഫ്യൂഡലിസം തകരാൻ ഇടയാക്കി. ഇനി നമ്മൾ പറയുന്നത് വിശുദ്ധ റോമൻ സാമ്രാജ്യത്തെക്കുറിച്ച്. റോമൻ സാമ്രാജ്യം എന്ന് പറയുമ്പോൾ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ വംശത്തിൽപ്പെട്ടവര് ഭരണം നടത്തിയ സമ്പ്രദായമാണ്. അതില് AD 8-9 നൂറ്റാണ്ടുകളിൽ ഭരണം നടത്തിയ ഫ്രാങ്കിഷ് വംശത്തിന്റെ കീഴില് അപ്പോഴത്തെ ക്രിസ്തുമതത്തിലെ ആധ്യാത്മിക പിതാവായ പോപ്പ ലിയോ മൂന്നാമന്റെ സഹായത്തോടു കൂടി വിദ്യാഭ്യാസ സാംസ്കാരിക രംഗങ്ങളിൽ ഉയർച്ചയുണ്ടായി. അതുകൊണ്ട് ലിയോ മൂന്നാമൻ എന്ന മാർപ്പാപ്പ ആ സമയത്ത് ഫ്രാങ്കിഷ് വംശത്തിൽ റോമൻ സാമ്രാജ്യം ഭരിച്ചിരുന്ന കരോലിഞ്ചയൻ വിഭാഗത്തിൽപ്പെട്ട ഷാലമീനെ വിശുദ്ധ റോമൻ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ഇതാണ് വിശുദ്ധ റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. ഒന്നുകൂടെ നമുക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പൊ വിശുദ്ധ റോമൻ സാമ്രാജ്യം ഇറ്റലിയിലെ റോം ആസ്ഥാനമായി നിലനിന്നിരുന്ന സാമ്രാജ്യം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഈ റോമൻ സാമ്രാജ്യം പിൽക്കാലത്ത് റോമൻ സാമ്രാജ്യം പശ്ചിമ റോമൻ സാമ്രാജ്യമെന്നും പൂർവ്വ റോമൻ സാമ്രാജ്യമെന്നും രണ്ടായി വിഭജിക്കപ്പെട്ടു. ഇറ്റലിയില് റോം ആസ്ഥാനമായത് പശ്ചിമ റോമൻ സാമ്രാജ്യം, അല്ലെങ്കിൽ യൂറോപ്പിലെ റോമൻ സാമ്രാജ്യം പശ്ചിമ റോമൻ സാമ്രാജ്യമെന്നും ഏഷ്യ വൻകരയിലെ റോമൻ സാമ്രാജ്യം പൂർവ്വ റോമൻ സാമ്രാജ്യം എന്നുമാണ് അറിയപ്പെടുക. പശ്ചിമ റോമൻ സാമ്രാജ്യത്തിന്റെ പിൽക്കാലത്ത് യൂറോപ്പിലെ ഗോത്ര വിഭാഗമായ ഫ്രാങ്കുകൾ കീഴടക്കി. പശ്ചിമ റോമൻ സാമ്രാജ്യത്തിന്റെ പിൽക്കാലത്ത് യൂറോപ്പിലെ ഗോത്ര വിഭാഗമായ ഫ്രാങ്കുകൾ കീഴടക്കി. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രാങ്കിഷ് റോമൻ സാമ്രാജ്യം എന്ന് വിളിക്കാറുണ്ട്. ഇവർ സ്ഥാപിച്ച, അതായത് ഗോത്രവിഭാഗമായ ഫ്രാങ്കുകൾ സ്ഥാപിച്ച റോമൻ സാമ്രാജ്യമാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം. ഈ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്നു ഷാലമീൻ ചക്രവർത്തി. ഈ ഷാലമീൻ എന്ന് പറയുന്നത് കരോലിഞ്ചയൻ വംശത്തിൽപ്പെട്ട ആളാണ്. കരോലിഞ്ചയൻ വംശത്തിൽപ്പെട്ട ആളാണ്. പോപ്പ ലിയോ മൂന്നാമനെ ശത്രുക്കൾ റോമാ നഗരത്തിൽ നിന്നും പുറത്താക്കിയപ്പോൾ, പോപ്പ ലിയോ മൂന്നാമൻ എന്ന് പറയുന്നത് കത്തോലിക്ക ക്രിസ്മത വിശ്വാസികളുടെ ആധ്യാത്മിക പിതാവാണ്. പോപ്പ ലിയോ മൂന്നാമനെ ശത്രുക്കൾ റോമാ നഗരത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഷാലമീൻ അവരെ പരാജയപ്പെടുത്തുകയും ലിയോ മൂന്നാമനെ വീണ്ടും പോപ്പായി അവരോധിക്കപ്പെടുകയും ചെയ്തു. ഇതിന് പ്രത്യുപകാരമായി ഷാലമീനെ ആദ്യത്തെ വിശുദ്ധ റോമൻ ചക്രവർത്തിയായി പോപ്പ കിരീടധാരണം നടത്തി. അതുകൊണ്ട് ഷാലമീൻ ചക്രവർത്തി തുടക്കം കുറിച്ച ഫ്രാങ്കിഷ് സാമ്രാജ്യത്തെ എന്തെന്ന് വിളിക്കാറുണ്ട്? വിശുദ്ധ റോമൻ സാമ്രാജ്യം എന്ന് വിളിക്കുന്നു. ഈ കാലഘട്ടത്തെ വാസ്തുവിദ്യാ ശൈലി ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ ഭരണാധികാരി ഷാലമീൻ എന്ന് പറയുന്നത് കരോലിഞ്ചിയൻ വംശത്തിൽപ്പെട്ട ആളായിരുന്നു. അതുകൊണ്ട് ഇക്കാലഘട്ടത്തിലുണ്ടായ വാസ്തുവിദ്യാ ശൈലിയെ കരോലിഞ്ചിയൻ ശൈലി എന്നാണ് വിശേഷിപ്പിക്കുക. ഷാലമീന്റെ കാലഘട്ടത്ത് ലിയോ മൂന്നാമന്റെ സഹായത്തോടു കൂടി വിദ്യാഭ്യാസത്തിന് പുരോഗതി ഉണ്ടായി. എങ്ങനെ? പോപ്പ ലിയോ മൂന്നാമന്റെ സഹായത്തോടു കൂടി എല്ലാ ദേവാലയങ്ങൾ, അതോടൊപ്പം കത്തീഡ്രലുകളിലും ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി സ്കൂളുകൾ ആരംഭിച്ചു. അതോടുകൂടി യൂറോപ്പിലെ മിക്കവാറും രാജ്യങ്ങൾ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ ഉന്നതിയിലെത്തി. ഇതിനെയാണ് കരോലിഞ്ചിയൻ നവോത്ഥാനം എന്ന് വിളിക്കുക. അപ്പൊ കരോലിഞ്ചിയൻ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് റോമിലെ ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ കരോലിഞ്ചിയൻ വംശനായ ഷാലമീൻ ചക്രവർത്തിയുടെയും പോപ്പ ലിയോ മൂന്നാമന്റെയും പ്രവൃത്തികളാണ്. PS ചോദിക്കും, കരോലിഞ്ചിയൻ നവോത്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാ? ഷാലമീൻ ചക്രവർത്തി. ഓക്കെ. അപ്പോൾ ഷാലമീന്റെ കാലഘട്ടത്തിലുണ്ടായ വൈജ്ഞാനിക പുരോഗതി, സാംസ്കാരിക വിദ്യാഭ്യാസ പുരോഗതി എന്നിവയിലറിയപ്പെടും കരോലിഞ്ചിയൻ നവോത്ഥാനം എന്നറിയപ്പെടും. ഈ കരോലിഞ്ചിയൻ നവോത്ഥാനത്തിന് അദ്ദേഹത്തെ സഹായിച്ചത് ആരാന്ന് ചോദിച്ചാൽ പോപ്പ ലിയോ മൂന്നാമനാണ്. എങ്ങനെ സഹായിച്ചു? കത്തോലിക്ക ക്രിസ്മതത്തിന് കീഴിലുണ്ടായിരുന്ന എല്ലാ ദേവാലയങ്ങളിലും വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഓക്കെ അല്ലെ? അപ്പൊ AD 8-9 നൂറ്റാണ്ടുകളിലാണ് എന്തുണ്ടായത്? കരോലിഞ്ചിയൻ നവോത്ഥാനവും കരോലിഞ്ചിയൻ ശൈലിയും ഉണ്ടാവുക. മറക്കില്ലല്ലോ.
ഇനി വാസ്തുവിദ്യയിലെ കരോലിഞ്ചിയൻ ശൈലി എന്താണ് ഈ കരോലിഞ്ചിയൻ ശൈലി എന്ന് പറഞ്ഞാൽ ബൈസാന്റിയൻ ശൈലിയും പ്രാചീന റോമൻ സാമ്രാജ്യവും ശൈലിയും സംയോജിപ്പിച്ച ശൈലിയാണ് കരോലിഞ്ചിയൻ ശൈലി. അതായത് കമാനാകൃതിയിലുള്ള വാതിലുകളും താഴികക്കുടങ്ങളും മൊസൈക്ക് തറകളുമാണ് ഇതിന്റെ സവിശേഷത. ഇതൊക്കെ കമാനാകൃതിയിലുള്ള വാതിലുകൾ, താഴികക്കുടങ്ങള്, മൊസൈക്ക് തറകൾ. യൂറോപ്പിലുണ്ടായ മറ്റൊരു വാസ്തുവിദ്യ ശൈലിയുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. 8ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററിൽ യൂറോപ്യന്മാരുടെ ആഗമനം പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോർച്ചുഗീസുകാരെ കേരളത്തിൽ പ്രചരിപ്പിച്ച യൂറോപ്യൻ വാസ്തുവിദ്യാ ശൈലി. ഈ യൂറോപ്യൻ വാസ്തുവിദ്യാ ശൈലി എന്ന് പറയുന്നത് ഗോതിക് ശൈലി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഗോതിക് ശൈലി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോതിക് ശൈലി അഥവാ യൂറോപ്യൻ വാസ്തുവിദ്യാ ശൈലി അത് എന്താണ്? ഉയരം കൂടിയ ത്രികോണാകൃതിയിലുള്ള മേൽക്കൂരയാണ്. എന്നാൽ ഇവിടെയോ കമാനാകൃതിയിലുള്ള മേൽക്കൂരയാണ്. കമോനാകൃതിയിലുള്ള വാതിലുകളും താഴികക്കുടങ്ങളും മൊസൈക്ക് തറകളുമാണ് കരോലിഞ്ചിയൻ വാസ്തുവിദ്യാ ശൈലിയുടെ പ്രത്യേകതകൾ. ഓക്കെ അല്ലേ? പൂർവ്വ റോമൻ സാമ്രാജ്യം. പശ്ചിമ റോമൻ സാമ്രാജ്യം നശിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ആര് വരിക? ഫ്രാങ്കിഷ് വംശജനായ ഷാലമിൻ ചക്രവർത്തിയുടെ യൂറോപ്പില് എന്ത് വരിക? കരോലിഞ്ചിയൻ നവോത്ഥാനത്തിന് കാരണമായ കരോലിഞ്ചിയൻ റോമൻ സാമ്രാജ്യം അഥവാ ഫ്രാങ്കിഷ് റോമൻ സാമ്രാജ്യം വരിക. കിഴക്ക് ഭാഗത്ത് ഏഷ്യ വൻകരയിൽ കാണപ്പെടുന്ന റോമൻ സാമ്രാജ്യമാണ് പൂർവ്വ റോമൻ സാമ്രാജ്യം എന്നറിയപ്പെടുക. നോക്കാം. റോം ആസ്ഥാനമാക്കി നിലനിന്നിരുന്ന പശ്ചിമൻ റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം കിഴക്ക് ഉദയം ചെയ്ത സാമ്രാജ്യമാണ് പൂർവ്വ റോമൻ സാമ്രാജ്യം. ഇതിന്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. ഇന്നത്തെ തുർക്കി എന്ന രാജ്യത്താണ് കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുക. കോൺസ്റ്റാന്റിനോപ്പിളെ കുറിച്ച് നമുക്കറിയാം. ഏഷ്യ വൻകരയുടെയും യൂറോപ്പ് വൻകരയുടെയും പ്രധാന വ്യാവസായിക ഇടനാഴിയായി കണക്കാക്കുന്ന ഭൂപ്രദേശമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ 1453 തുർക്കി എന്ന രാജ്യം ഒട്ടോമൻ സാമ്രാജ്യത്തിന് കീഴിൽ ദേശസാൽക്കരിച്ചതാണ് സമുദ്ര പരിവേഷണത്തിന് യൂറോപ്യൻ രാജ്യങ്ങളെ പ്രേരിപ്പിച്ചത്. ഇതൊക്കെ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അതേ കോൺസ്റ്റാന്റിനോപ്പിൾ തന്നെ. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പഴയ പേര് ബൈസാന്റിയൻ എന്നായിരുന്നു. ഈ ബൈസാന്റിയൻ വാസ്തുവിദ്യാ ശൈലിയും റോമൻ വാസ്തുവിദ്യാ ശൈലിയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് കരോലിഞ്ചിയൻ വാസ്തുവിദ്യാ ശൈലി രൂപം കൊണ്ടത്. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു അല്ലെ? ബൈസാന്റിയൻ എന്നായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പഴയ പേര്. അതുകൊണ്ട് ഈ പൂർവ്വ റോമൻ സാമ്രാജ്യത്തെ എന്തെന്ന് വിളിക്കാറുണ്ട്? ബൈസാന്റിയൻ സാമ്രാജ്യം എന്നും വിളിക്കാറുണ്ട്. പൂർവ്വ റോമൻ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്നു ജസ്റ്റീനിയൻ ചക്രവർത്തി. ജസ്റ്റീനിയനെ നമുക്ക് ഏറെ പരിചിതമാണ്. നമ്മൾ പലപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക് പഠിക്കുമ്പോൾ ലോകത്തെ ആദ്യത്തെ നിയമദാതാവ് ഹമ്മുറാബി എന്നും ലോകത്തെ ആദ്യത്തെ സമ്പൂർണ്ണ നിയമദാതാവ് ജസ്റ്റീനിയൻ ചക്രവർത്തി എന്നുമാണ് വിശേഷിപ്പിക്കുക അല്ലെ? നമുക്ക് നോക്കാം. ജസ്റ്റീനിയൻ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ജസ്റ്റീനിയന്റെ നിയമം. രാജ്യത്ത് നിലനിന്നിരുന്ന നിയമങ്ങളും നിയമശാസ്ത്രങ്ങളും നിയമങ്ങളുടെ ശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞ ഉത്തരവുകൾ, നിലനിന്നിരുന്ന നിയമങ്ങൾ, നിയമശാസ്ത്രങ്ങൾ, നിയമങ്ങളുടെ ശാസ്ത്രങ്ങളും ക്രോഡീകരിച്ച് വ്യക്തമായ ഒരു നിയമം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിയമജ്ഞരുടെ ഒരു സമിതി രൂപീകരിച്ചു. ഇങ്ങനെ തയ്യാറാക്കിയ നിയമമാണ് കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്ന പേരിൽ അറിയപ്പെടുക. കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്ന പേരിൽ അറിയപ്പെടുക. അപ്പോൾ ജസ്റ്റീനിയൻ ചക്രവർത്തി പൂർവ്വ റോമൻ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയാണ്. അദ്ദേഹം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ജസ്റ്റീനിയന്റെ നിയമം, കോഡ് ഓഫ് ജസ്റ്റീനിയൻ. രാജ്യത്ത് നിലനിന്ന നിയമങ്ങളും നിയമശാസ്ത്രങ്ങളും നിയമങ്ങളുടെ ശാസ്ത്രങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് ഒരു നിയമം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിയമജ്ഞരുടെ ഒരു സമിതി രൂപീകരിച്ചു. ആ സമിതി രൂപീകരിച്ച നിയമമാണ് കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്ന പേരിൽ അറിയപ്പെടുക. ഈ കോർപ്പസ് ജൂറിസ് സിവിൽസിന് 3 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു: ഡൈജസ്റ്റ്, കോഡ്, ഇൻസ്റ്റിറ്റ്യൂട്ട്. ഡൈജസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രസ്തുത നിയമം, നിയമത്തിന്റെ വിശദീകരണം. ആ നിയമം ചുരുക്കി രേഖപ്പെടുത്തുന്നതാണ് കോഡ്. ഈ നിയമം ആരാണ് കൃത്യമായി നടപ്പിലാക്കേണ്ടത്, ഏത് സ്ഥാപനമാണ് കൃത്യമായി നടപ്പിലാക്കേണ്ടത് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുക. അപ്പൊ കോർപ്പസ് ജൂറിസ് സിവിൽസിന് 3 ഭാഗങ്ങളുണ്ട്:
അത് വിശദമായി പഠിക്കേണ്ടതില്ല. 3 ഭാഗങ്ങളുണ്ട്. ഇതൊക്കെ ഡൈജസ്റ്റ്, കോഡ്, ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ. സെറ്റ് അല്ലേ? മറക്കില്ലല്ലോ. അപ്പോ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. വിശുദ്ധ റോമൻ സാമ്രാജ്യം. റോം ആസ്ഥാനമായി നിലനിന്നിരുന്ന സാമ്രാജ്യം നമ്മൾ പഠിച്ചു. പിൽക്കാലത്ത് ഈ റോമൻ സാമ്രാജ്യം പശ്ചിമ റോമൻ സാമ്രാജ്യമെന്നും പൂർവ്വ റോമൻ സാമ്രാജ്യമെന്നും രണ്ടായി വിഭജിക്കപ്പെട്ടു. പശ്ചിമ റോമൻ സാമ്രാജ്യത്തെ പിൽക്കാലത്ത് യൂറോപ്പിലെ ഗോത്ര വിഭാഗമായ ഫ്രാങ്കുകൾ കീഴടക്കി. ഈ ഫ്രാങ്കുകൾ എന്ന ഗോത്ര വിഭാഗം സ്ഥാപിച്ച സാമ്രാജ്യമാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം. ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയാണ് ഷാലമീൻ ചക്രവർത്തി. പോപ്പ ലിയോ മൂന്നാമനെ ശത്രുക്കൾ റോമാ നഗരത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഷാലമീൻ അവരെ പരാജയപ്പെടുത്തുകയും അദ്ദേഹത്തെ വീണ്ടും പോപ്പായി അവരോധിക്കുകയും ചെയ്തു. ഇതിന് പ്രത്യുപകാരമായി ഷാലമീനെ എന്ത് ചെയ്തു? ആദ്യത്തെ വിശുദ്ധ റോമൻ ചക്രവർത്തിയായി പോപ്പ് കിരീടധാരണം ചെയ്തു. അതുകൊണ്ട് ഈ ഫ്രാങ്കിഷ് സാമ്രാജ്യമാണ് വിശുദ്ധ റോമൻ സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെടുക. ഈ കാലഘട്ടത്ത് തുടക്കം കുറിച്ച വാസ്തുവിദ്യാ ശൈലി കരോലിൻജിയൻ ശൈലി എന്നറിയപ്പെടുന്നു. കരോലിൻജിയൻ ശൈലി എന്നറിയപ്പെടാൻ കാരണം നമ്മുടെ ഷാലമീൻ ചക്രവർത്തി കരോലിൻജിയൻ വംശത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു. ഷാലമീൻ ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ സുഹൃത്തായ പോപ്പ ലിയോ മൂന്നാമനും ചേർന്ന യൂറോപ്പില് ജനങ്ങളെ വിദ്യാഭ്യാസമുള്ളവരും സംസ്കാരമുള്ളവരുമായി മാറ്റുന്നതിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ പ്രോത്സാഹനം നൽകി. എല്ലാ പള്ളിയോടൊപ്പവും എല്ലാ കത്തീഡ്രലുകളോടൊപ്പവും വിദ്യാഭ്യാസം ആരംഭിച്ചു. അങ്ങനെ യൂറോപ്പിലുണ്ടായ വൈജ്ഞാനിക പുരോഗതിയെ നമ്മൾ എന്തെന്ന് വിളിച്ചു? കരോലിൻജിയൻ നവോത്ഥാനം എന്ന് വിളിച്ചു. PSC ചോദിച്ച ക്വസ്റ്റ്യനാണ്. കരോലിൻജിയൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ഷാലമീൻ ചക്രവർത്തി. വാസ്തുവിദ്യയിലെ കരോലിൻജിയൻ ശൈലി ബൈസാന്റിയൻ ശൈലിയും പ്രാചീന റോമൻ ശൈലിയും സംയോജിപ്പിച്ച ശൈലിയായിരുന്നു കരോലിൻജിയൻ ശൈലി. ഈ ബൈസാന്റിയൻ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന സ്ഥലത്തിന്റെ പ്രാചീന നാമമാണ് ബൈസാന്റിയൻ. ബൈസാന്റിയൻ ശൈലിയും പ്രാചീന റോമൻ ശൈലിയും സംയോജിപ്പിച്ച് രൂപീകരിച്ച ശൈലിയായിരുന്നു കരോലിൻജിയൻ ശൈലി. കമാനാകൃതിയിലുള്ള വാതിലുകളും താഴികക്കുടങ്ങളും മുസ്തക തറകളുമാണ് കരോലിൻജിയൻ വാസ്തുവിദ്യ ശൈലിയുടെ പ്രത്യേകത. പൂർവ്വ റോമൻ സാമ്രാജ്യം റോം ആസ്ഥാനമായി നിലനിന്നിരുന്ന പശ്ചിമ റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം യൂറോപ്പില് എന്തുണ്ടായി? ഫ്രാങ്കിഷ് സാമ്രാജ്യം ഉണ്ടായി അല്ലെ? ആ ഫ്രാങ്കിഷ് സാമ്രാജ്യം യൂറോപ്പിലുണ്ടായിരുന്ന അതേ കാലഘട്ടത്ത് ഏഷ്യ വൻകരയില്, അതായത് കിഴക്ക് ഭാഗത്ത് ഉദയം ചെയ്ത സാമ്രാജ്യമാണ് പൂർവ്വ റോമൻ സാമ്രാജ്യം. തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പഴയ പേര് ബൈസാന്റിയൻ എന്നായിരുന്നു. അതിനാൽ ഈ സാമ്രാജ്യം ബൈസാന്റിയൻ സാമ്രാജ്യം എന്നും അറിയപ്പെടുന്നു. പൂർവ്വ റോമൻ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയാണ് ജസ്റ്റീനിയൻ ചക്രവർത്തി. ലോകത്തിന് ജസ്റ്റീനിയൻ നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ജസ്റ്റീനിയന്റെ നിയമം, കോഡ് ഓഫ് ജസ്റ്റീനിയൻ. രാജ്യത്ത് നിലനിന്നിരുന്ന വിവിധ നിയമങ്ങളും നിയമശാസ്ത്രങ്ങളും നിയമങ്ങളുടെ ശാസ്ത്രങ്ങൾ അഥവാ ഉത്തരവുകളും ക്രോഡീകരിച്ചുകൊണ്ട് ഒരു നിയമം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിയമജ്ഞരുടെ ഒരു സമിതി രൂപീകരിച്ചു. ഇങ്ങനെ തയ്യാറാക്കിയ നിയമമാണ് കോർപ്പസ് ജൂറിസ് സിവിലിസ് എന്ന പേരിൽ അറിയപ്പെടുക. അതിന് 3 ഭാഗങ്ങളുണ്ടായിരുന്നു: ഡൈജസ്റ്റ്, കോഡ്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട്. സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയും കൃത്യമായി പഠിക്കാമോ? യെസ്. അപ്പൊ ഇത്രയും കൃത്യമായി പഠിച്ചു വരിക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ചുറപ്പിക്കാം. ഇതിന്റെ തുടർച്ച എന്നോണം മറ്റു വിവരങ്ങൾ നമ്മൾ പഠിച്ചുറപ്പിക്കും. ഓക്കെ അല്ലേ? ബൈ ബൈ.